ഞാനിപ്പോൾ ഇവിടെ ഇതാ കുറച്ച് പ്ലാവിലയും അതുപോലെ തന്നെ കുറച്ച് ഈർക്കിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാവിലയും ഈർക്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ സ്നാക്സ് തയ്യാറാക്കാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കുമ്പിളപ്പാണല്ലേ. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ കുമ്പിളപ്പം അല്ല കേട്ടോ തയ്യാറാക്കുന്നത്. പ്ലാവിലയൊക്കെ വെച്ചിട്ട് കുമ്പിൾ കുത്തി തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ കുമ്പിളപ്പത്തിന് പകരം വേറൊരു സ്നാക്സാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളും ഹെൽത്തിയുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണത്. അതിന് വേണ്ടിയിട്ട് പ്ലാവിലയുടെ കുമ്പിളിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്സാണ് ഈ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ്. കൂടാതെ കുമ്പിളിൽ തയ്യാറാക്കുമ്പോൾ അതിനോടുള്ളൊരു പുതുമയും ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ധന്യ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പ്ലാവിലയൊക്കെ വെച്ചിട്ടുള്ളൊരു കുമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 10 പ്ലാവില നന്നാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈർക്കലും എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പ്ലാവില കുമ്പിൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന സ്നാക്സ് ചവ്വരി കുമ്പിളാണ്. ചവ്വരി കുമ്പിൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചവ്വരി ഉപയോഗിച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഈ പ്ലാവില ഒന്ന് കുമ്പിളാക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ രീതിക്കാണ് മടക്കിയിട്ട് ഈർക്കിൽ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് രീതിക്കാണ് മടക്കുന്നത് വെച്ചാൽ അതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഈർക്കിലൊന്ന് കുത്തിയിട്ട് എടുക്കുക. ഈ രീതിക്കാവുമ്പോൾ നമുക്കിതിലേക്ക് സ്നാക്സ് നിറയ്ക്കാൻ എളുപ്പമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലാവിലയും കുമ്പിൾ കുത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവയും നമുക്ക് ഈർക്കിൽ ഉപയോഗിച്ചിട്ട് കുത്തിയിട്ട് എടുക്കാവുന്നതാണ്. പണ്ടൊക്കെ ഇതുപോലെ ഈർക്കിലൊക്കെ വെച്ചിട്ട് കുത്തിയെടുത്ത് പഴയ കാലത്തൊക്കെ ആൾക്കാർ കഞ്ഞിയൊക്കെ കുടിക്കുമായിരുന്നു. ഇപ്പോഴൊന്നും പിന്നെ അങ്ങനെയൊന്നും കുമ്പിളിലൊന്നും കഞ്ഞി കുടിക്കുന്നവരൊന്നും ഇല്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ചവ്വരി അഥവാ സാബൂനരിയാണ് എടുത്തിരിക്കുന്നത്. 200 ml ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നാക്കി ഒന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ. ഞാനിപ്പോൾ ഇവിടെ സാബൂനരി നന്നായിട്ട്, അതായത് ചവ്വരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ട് വെക്കണം. കുതിർത്തി വെക്കുന്നത് ഞാൻ പാലിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ 400 ml പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് നമുക്ക് ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ടെടുക്കാം. ചവ്വരി കുതിർത്തിയെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ചവ്വരി ഞാനിപ്പോൾ 400 ml പാലിലാണല്ലോ കുതിർത്തിയിരിക്കുന്നത്. ഞാനിത് മൊത്തമായി 500 ml പാലാണ് ഈ ചവ്വരി കുമ്പിൾ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 20 മിനിറ്റ് നേരത്തേക്ക് ഞാനിതൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ചിരകിയ തേങ്ങയും അതുപോലെ തന്നെ ഞാനിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മൾ പായസത്തിലേക്ക് ഇടുന്ന മുന്തിരിയാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ അതുപോലെ തന്നെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിന് 1.5 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ നന്നാക്കി ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 20 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമ്മുടെ ചവ്വരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി കുതിർന്ന് വന്ന ചവ്വരി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് നന്നായിട്ട് ഉരുകിയിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നന്നാക്കി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. മുന്തിരി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ മുന്തിരി ചേർക്കുന്നത് പോലെ തന്നെ ഇതിൽ നമുക്ക് കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നാക്കി നമുക്കിത് ഇളക്കി കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ കുതിർത്തി വെച്ചിരിക്കുന്ന ചവ്വരി പാലോട് കൂടി തന്നെയാണ് ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയൊക്കെ ഈ കടായിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരുന്നുണ്ട്.
മൂടി ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചവരി അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദാ ബാക്കിയുള്ള 100 ml പാലും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 500 ml പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 400 ml ഞാൻ ആദ്യം കുതിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇനി പഞ്ചസാര മധുരം പോരാത്തത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്തിട്ട് നന്നാക്കി തന്നെ മിക്സ് ചെയ്യുക. നമ്മുടെ ചവ്വരിയൊക്കെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറുകിയിട്ട് വരണം, അതുവരെ തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് കുറുക്കാൻ വെക്കണം. നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വന്നു കഴിയുമ്പോൾ ദാ ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വിടുന്ന ഒരു ഭാഗമാകുന്നത് വരെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ബാക്കിയുള്ള കുമ്പിളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 10 ഇലയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ചവ്വരിയൊക്കെ ഇതാ ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് തണുത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഇതാ ഓരോ കുമ്പിളിലേക്ക് നമ്മുടെ ഈ ചവ്വരി വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയിൽ നമുക്കിത് നിറച്ചെടുക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് പാലും നെയ്യും അതുപോലെ തന്നെ ചവ്വരിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സമയത്ത് ഇതുപോലെയുള്ള കുമ്പിളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പം ഇത് കുമ്പിളായതുകൊണ്ട് കൈ കൊണ്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് കഴിക്കാവുന്നതാണ്. പാലിലൊക്കെ ചവ്വരിയും അതുപോലെ നെയ്യും തേങ്ങയും എല്ലാം ചേർത്തിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ചവ്വരി കൊണ്ട് ഇതുപോലെയുള്ള കുമ്പിളൊന്നും തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. സാധാരണയായി നമ്മൾ ചവ്വരിയൊക്കെ ഉപയോഗിച്ച് പായസമൊക്കെ തയ്യാറാക്കാറുണ്ട്. അധികം ആളുകളും സേമിയ പായസത്തിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ചവ്വരി ചേർക്കാറുണ്ട്, അടപ്പായസത്തിലും ചേർക്കാറുണ്ട്. അപ്പോൾ ചവ്വരി വെച്ചിട്ട് ഇതുപോലെ കുമ്പിൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്